നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ലോകത്ത് ഓർഡിനറിക്കും അപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ചിലരതിനെ ഡിസ്മിസ് ചെയ്യും, ചിലർക്ക് അതിനോട് ഭയമാണ്, എന്നാൽ ചിലർ ഇതിനുത്തരമായി ജീവിക്കുന്നു. ഇങ്ങനെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി ജീവിക്കുന്ന ഒരാളാണ് ഇന്ന് ടെയിൽസ് അൺടോൾഡ് വിത്ത് ടിൻറ്റു രവീന്ദ്രനിൽ വരുന്നത്. ഒരു ഓൺട്രപ്രണർ, ഐസ്ക്രീം മാനുഫാക്ചറർ, ഓർഡിനറി ലൈഫ്, ഓർഡിനറി റൂൾസ്. എന്നാൽ മറ്റൊരു ഫേസിൽ അദ്ദേഹം ഭഗവാൻ മുരുകൻ്റെ മെസ്സഞ്ചറാണ്. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ചിലപ്പോൾ നിങ്ങൾ ഡിസ്കംഫർട്ട് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം, നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടാക്കാം. ടെയിൽസ് അൺടോൾഡിൽ നമ്മൾ ഒരിക്കലും സേഫ് സ്റ്റോറീസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്നത്തെ എക്സ്പീരിയൻസും കഥകളുമായിട്ട് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് സംഗീത് ലാൽ ജിയാണ്. വെൽക്കം സംഗീത് ലാൽജി. ഓം ശരണമായ നമ. വെൽക്കം ടു ടെയിൽസ് അൺടോൾഡ് വിത്ത് ടിൻറ്റു രവീന്ദ്രൻ. ലാൽജി, ഒരു സൈഡിൽ താങ്കളൊരു പ്രീമിയം ഹോട്ടൽസിലെല്ലാം ഐസ്ക്രീം സപ്ലൈ ചെയ്യുന്നൊരു മാനുഫാക്ചറാണ്. മറ്റൊരു സൈഡിൽ താങ്കളെ മുരുകൻ്റെ ഒരു മെസ്സഞ്ചറായിട്ടാണ് പലരും കൺസിഡർ ചെയ്യുന്നത്. ഇത് രണ്ടും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റീസാണ്. ഈ രണ്ട് റോളുകൾ വഹിക്കുന്നത് താങ്കളാണ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമുക്ക് ഇതിനെക്കുറിച്ച്? നമ്മൾ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു സ്റ്റേറ്റ് പ്ലെയർ ആയിരുന്നു. അതിനുശേഷം കുറേ ജോലികളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അതൊന്നും വേണ്ടെന്ന് പറയാൻ ഒരു ജോലി മീൻസ് പോലീസിലും SI ആയിട്ട് കിട്ടിയതാണ്, KCBയിൽ, അങ്ങനെ പല സ്ഥലത്തും എനിക്ക് കിട്ടിയതാണ്. പക്ഷെ അതൊന്നും അല്ലായിരുന്നു എൻ്റെ ടാർഗറ്റ്. വേറൊരു ഇതായിരുന്നു. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ നിരാശരായിട്ട് കുറച്ചൊന്നും ഇരിക്കേണ്ടി വന്നപ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ അന്ന് എനിക്കത് മിസ്സാവാൻ കാരണം, ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ മകൻ അന്ന് എൻ്റെ അച്ഛൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരുന്നു. പുള്ളി ഭയങ്കര തത്വമൊക്കെ പറഞ്ഞിരിക്കും. കാരണം വെച്ചാൽ പുള്ളിക്ക് റെക്കമെൻഡേഷൻ ഒന്നും ചെയ്യാത്തൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യില്ലെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ അത് മറ്റുള്ള ഒരാൾ ബിസിനസ് കുടുംബത്തിൽ നിന്നായതുകൊണ്ട് അവർ റെക്കമെൻഡേഷനൊക്കെ ചെയ്ത് ആ ജോലി കയറി. പിന്നെ ഞാൻ കുറച്ച് നിരാശനായിരുന്നു. അപ്പോൾ പിന്നെ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഞാനൊരു ലൂണെ ഒഴിച്ചു തന്ന് തുടങ്ങിയത് ശരിക്കും. അതിനുശേഷം കാരണം വീട്ടിലെല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ പോലും അത് അച്ഛന് ഭയങ്കര ദേഷ്യമായിരുന്നു. അത് തുടങ്ങി പിന്നീട് ഇതിനോടൊപ്പം തന്നെ ഈക്വലൈസ് ആയിട്ട് ഞാൻ ജനിച്ച അന്ന് തൊട്ട് തന്നെ എൻ്റെ പേരിട്ടത് പഴനിയിലായതുകൊണ്ട് അവിടെ നിന്ന് തൊട്ട് ആ മുരുകനോടുള്ള ഇഷ്ടവും ആരാധനയും ഒരു സൈഡിൽ കൂടി. അപ്പോൾ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ അദ്ദേഹത്തിനുള്ള കമ്മ്യൂണിക്കേഷൻ കൂടി വന്നു. അപ്പോൾ ഒരു ഫ്രണ്ട് എന്നുള്ള ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ ശരിക്കും മുരുകനെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു യാത്രയിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരുന്നു. ആ ഒരു കാലഘട്ടങ്ങളിൽ ബിസിനസ്സിൽ നിന്നുള്ള ഉത്തരവാദിത്വം എടുക്കുകയും അതേസമയം ഇതിനോടൊപ്പം തന്നെ മുരുകൻ്റെ ആരാധനയിൽ പല ഒരു അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി. പിന്നീട് ഇത് രണ്ട് ഈക്വലൈസ് ചെയ്ത് എനിക്കിപ്പോൾ കൂടുതൽ താല്പര്യം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ആനന്ദത്തിൽ ആറാടാനാണ്. സത്യം ഒരു അനുഭവം പറഞ്ഞുതരാം. ഈ മുരുകൻ്റെ ഡിവോട്ടി ആയിട്ടിരിക്കുന്ന സമയത്ത് ചെറുപ്രായത്തിൽ തൊട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ബ്രഹ്മചര്യം എടുക്കാൻ പറയും. അത് 41 days അത് എടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യങ്ങളും അത് ചെറുപ്പം എത്ര നടക്കാത്ത കാര്യങ്ങളും ഞാൻ വെല്ലുവിളിച്ചിട്ട് നടത്തിയിരിക്കും. അങ്ങനെ ഒരു വാശി ഉണ്ടായിരുന്നു. പ്രമുഖമായ ഒരു ബ്രാൻഡിൻ്റെ ഒരു ഓണർ അങ്ങനെ പ്രോഡക്റ്റ് ഹോട്ടൽ എറണാകുളത്ത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര പ്രോബ്ലം, അവർ മാത്രം എടുക്കുള്ളൂ എന്ന് പറഞ്ഞൊരു ഒരു കാലഘട്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു ബെറ്റ് വെക്കുന്നു എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അദ്ദേഹം ബെറ്റ് വെച്ചു. ഞാൻ ആ ചലഞ്ച് എടുക്കുന്ന ആണ്ടവൻ്റെ പേരിലാണ്. ഞാനൊരു പോയി കണ്ടു, ചെന്നു, കീഴടക്കി വന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡിൻ്റെ ഓണറാണ്, എങ്ങനെ ഞാൻ പറഞ്ഞു സിമ്പിൾ, നമ്മളൊരു ആണ്ടവൻ്റെ ഡിവോട്ടിയാണ്. അതുകൊണ്ട് ആ ഒരു രീതിയിൽ ഞാൻ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, അന്ന് കേട്ടോ അദ്ദേഹം ഞാൻ പഴനി പോകാറുണ്ട്, അദ്ദേഹം എന്നെക്കുറിച്ച് അറിയാം, പുള്ളി ക്രിസ്ത്യൻ ഇതിലാണ്. പക്ഷേ ആ പ്രോഡക്റ്റ് അവിടെ എൻ്ററായി. ഇതുപോലെ പല കാര്യങ്ങൾ 41 days ചെറുപ്പം തൊട്ടേ വ്രതം എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അതൊരു ശീലമായി. അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ മുരുകനൊരു മുരുകൻ്റെ കാര്യം പറയുക, ഒരു സ്ത്രീകളായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മാറി പോകാനുള്ളൊരു ടെൻഡൻസി വരും. അപ്പോൾ സ്ഥാപനം നടക്കണം, കല്യാണമൊക്കെ അടുക്കാറായി കഴിഞ്ഞപ്പോഴേക്കും
ഇദ്ദേഹം ഒരു ചെറിയൊരു കലാപരിപാടി നമ്മൾ നടത്തി. ഞാൻ പഴനി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വള്ളി ദേവയാനി സമേതനായിട്ടുള്ള ഒരു ഫോട്ടോ എന്നോട് വാങ്ങിക്കാൻ പറഞ്ഞു. എനിക്കത് ഇഷ്ടമല്ല, പക്ഷെ എന്തിനാ എന്നെ കൊണ്ട് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ല. അത് വാങ്ങിക്കാൻ പറഞ്ഞു. വാങ്ങിച്ചു കഴിഞ്ഞ ശേഷം എനിക്കിത് എന്തിനാണെന്നറിയില്ല, വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ട്, ആ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു. അത് വാങ്ങിച്ചു ഒരു 21 days കഴിഞ്ഞേക്കുമ്പോൾ എനിക്ക് നോർത്ത് റെയിൽവേ സ്റ്റേഷന് മുമ്പിൽ എനിക്കൊരു ഷോപ്പ്, എനിക്ക് ഒരു വലിയൊരു ഐസ്ക്രീം ഷോപ്പ് കിട്ടുക. അപ്പോൾ അവിടെ വെക്കാൻ ഞാൻ ഫോട്ടോ വാങ്ങിക്കാൻ എപ്പോഴും പഴനി പോകണം. ആ ഫോട്ടോ എനിക്ക് വെക്കേണ്ടി വന്നു. പിന്നീട് അതിൻ്റെ കഥ മനസ്സിലായി. അവിടെ ലേഡി സ്റ്റാഫൊക്കെ വരും. ഇത്രയും നാളെ എൻ്റെ ജീവിതത്തിൽ ലേഡി സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിലച്ഛൻ, അമ്മ, സിസ്റ്റർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും ലേഡി സ്റ്റാഫൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മനസ്സിലായത് അവിടെ ശുദ്ധത ഭയങ്കര, ഈ മുരുകൻ ഇൻഡിവിജ്വലായിട്ട് വെച്ചാൽ ഭയങ്കര ശുദ്ധത ആവശ്യമുള്ളൊരു ഡയറ്റാണ്. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇത് വെച്ചാലാണ് നമുക്ക് ആ ഒരു ശുദ്ധത ബ്രേക്ക് ആകാൻ പാടില്ല. അത് പറയാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ എൻ്റെ അനുഭവമാണ് പറയണേ. അങ്ങനെ തുടങ്ങിയതാണ്. പിന്നീട് ഉള്ള യാത്രയിൽ ഓരോ പ്രോബ്ലംസ്, ബിസിനസ്സിൽ വരുന്ന ഓരോ പ്രോബ്ലംസിലും താങ്ങും തണലായിട്ട് അദ്ദേഹം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി. അതാണ് എനിക്ക് ഫസ്റ്റ്. അങ്ങനെ ഇപ്പോൾ സാറിൻ്റെ ചുറ്റിനും ഉള്ളവരെല്ലാവരും അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്നത് മുരുകൻ്റെ ഒരു മെസ്സഞ്ചർ ആണ് എന്നാണ്, അദ്ദേഹത്തിൻ്റെ മെസ്സേജസ് എത്തിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ ഭക്തിപൂർവ്വം പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പറയും. അത് പറയുകയും അവർക്ക് അനുഭവപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഞാനൊരു ബിസിനസ് ചെയ്തു നേരത്തെ അതിൻ്റെ പല ഇഷ്യൂസും ഞാൻ അങ്ങനെ അറിയപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് തന്നെ പറഞ്ഞാൽ മുന്നോട്ട് പോയത്. പിന്നീടുള്ള കാലഘട്ടങ്ങളിലാണ് നമുക്ക് ഇത് മെസ്സഞ്ചർ എന്ന നിലയിൽ അവർ പറയാൻ തുടങ്ങി. പല കാര്യങ്ങളിലും നടന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് ആ ഒരു മെസ്സഞ്ചർ എന്നുള്ള വിളി വന്നത്. അവർക്കുള്ള ആൻസറുകളൊക്കെ കിട്ടി തുടങ്ങിക്കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു മെസ്സഞ്ചർ എന്ന് പറഞ്ഞ് അറിയപ്പെടാനായിട്ട് തൃശ്ശൂർ എന്നുള്ള അവർ അബുദാബിയിൽ ഷേഖിൻ്റെ ഒരു പേഴ്സണൽ എന്തോ ജോലി വഹിക്കുന്ന ഒരു ഔദ്യോഗികമായിട്ട് ചെയ്യുന്നത്, അവർക്കൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളുകൾ എന്നെ കാണുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ചില സമയത്ത് ചില നിർദ്ദേശം വന്നാലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും അങ്ങനെ ചെന്ന് കാണാൻ പറ്റില്ല, അതിന് അലൗഡ് അല്ല. അപ്പോൾ ഇവരുടെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് കുറേ നാളുകൾ വിളിച്ചിട്ട് എനിക്ക് അവിടെ എത്താൻ പറ്റിയില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് അവരോട് പറയാനായിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ അതിനുള്ളൊരു ഇതിലല്ല, നിങ്ങൾ വേറെ രീതിയിൽ നോക്കണം. പക്ഷേ എന്നെ കാണാൻ വേണ്ടി തൃശ്ശൂരുള്ള മുരുകൻ്റെ ഒരു അമ്പലത്തിൽ ചെന്ന് രാത്രി ഭയങ്കരമായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത്താഴപൂജക്ക്. അപ്പോൾ ഈ തിരുമേനി ചോദിച്ചു എന്തിനാ കരയണമെന്ന് വെച്ചു. അപ്പോൾ ഒന്നുമില്ല എന്ന് അവർ പറയുകയും ചെയ്ത് രാത്രി ആ കണ്ണുകൾ അതൊക്കെ അവർ പറഞ്ഞുള്ള കഥ കേട്ടോ, ആ കണ്ണുകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കണമായിട്ട് നാളെ നിനക്ക് കാണാനുള്ള ചാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. എനിക്ക് പിറ്റേ ദിവസം രാത്രിയോ സ്വപ്നത്തിലാണോ വന്നിട്ട് എന്നോട് അദ്ദേഹം പറഞ്ഞു ഇന്ന ആളെ സംഭവത്തിൽ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ വെളുപ്പിന് എണീറ്റിട്ട് എന്നോട് ആരാണോ ഇവരെക്കുറിച്ച് പറഞ്ഞു അവരെ വരാൻ പറഞ്ഞു. ഉടൻ തന്നെ അവർ 3 മണിക്ക് വരാൻ ചെയ്തു. റെനയിൽ ഇവിടുത്തെ ഒരു കഫേയിൽ വരികയും ചെയ്തു. വന്നു കഴിഞ്ഞിട്ട് അവരെന്നോട് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പിയിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഇരിക്കുക, കാര്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ കണ്ട കണ്ണുകൾ താങ്കളിൽ കാണുന്നു എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഇവർ പുറത്തേക്ക് പോകുമ്പോൾ ഇവരെ കംപ്ലീറ്റ് ഹിസ്റ്ററി, ഇവരെന്തൊക്കെയുണ്ടോ ആ ഹിസ്റ്ററി മുഴുവൻ ഞാൻ ഇവരോട് പറയും. ഇവർ 2 പേരുണ്ടായിരുന്നു, അവരുടെ കംപ്ലീറ്റ് ഹിസ്റ്ററി ഞാൻ ഇവരോട് പറഞ്ഞു. എന്തൊക്കെ പ്രോബ്ലത്തേക്ക് പോയതൊക്കെ പറഞ്ഞു. അതൊക്കെ കറക്റ്റീവ് കറക്ഷൻ എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ആ ലേഡിയാണ് എന്നെ മുരുകൻ്റെ മെസ്സഞ്ചർ എന്ന് പേരിട്ടത്. അതോടൊപ്പം തന്നെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് അപ്പുറത്തൊരു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരുടെ കൂട്ടത്തിൽ വന്നവരുണ്ടായിരുന്നു. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ മാറിയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ ശരീരത്തിൽ സോളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ആ മൂഡിലിരിക്കുമ്പോൾ പറയണം, പിന്നെ എനിക്കത് ഓർമ്മ ഉണ്ടാവില്ല പലപ്പോഴും. പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഇവർ ആണോ എന്ന് വെച്ചു. ആരാന്ന് വെച്ചു. മരിച്ചുപോയ ഒരു അച്ഛനാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ ഞാൻ പറഞ്ഞായിട്ട് ഒന്നും നോക്കണ്ട, അവരെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരച്ഛൻ്റെ ആരാധിക്കുകയാണ് അവർ ശരീരത്തിൽ. അവരുടെ ശരീരത്തിലേക്ക് വരാനായിട്ട് ഇവരച്ഛനും തമ്മിൽ ഭയങ്കര പേരൊക്കെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും എറണാകുളത്താണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് അവർ. ഒരു CFA നടത്തുവാണ്. അവർക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. അപ്പോൾ അച്ഛൻ മരിച്ചിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ അച്ഛൻ എന്ന് പറഞ്ഞിങ്ങനെ ഫുൾ ടൈം അച്ഛൻ്റെ ഡ്രസ്സൊക്കെ എടുത്തിടും. അങ്ങനെ ഒരു ഷർട്ടൊക്കെ എടുത്തിടും.
ഞാനൊന്നും മിണ്ടാണ്ട് കേട്ടുകൊണ്ടിരിക്കുക. ഇതോടുകൂടി ഇവരെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്നെ പറഞ്ഞ് അവരാണ് ഫസ്റ്റ് മെസ്സഞ്ചർ എന്ന് പറഞ്ഞിട്ട് അവർക്കറിയേണ്ട കാര്യങ്ങളും മറ്റുള്ളവരെ കുറിച്ചുള്ള കാര്യങ്ങളും എന്നിൽ നിന്ന് വന്നപ്പോൾ മുരുകൻ്റെ ഒരു മെസ്സഞ്ചറായിട്ട് വിളിച്ചു തുടങ്ങിയ അവരാണ്. ഇപ്പോൾ സാറ് കുറേ എക്സ്പീരിയൻസസ് പറഞ്ഞു, പക്ഷേ ലൈഫിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു, അതായത് ഒരു ഫസ്റ്റ് ഡേ സാറിന് ഈ ഒരു എക്സ്പീരിയൻസ് ഫീൽ ആയത്, അതായത് ഞാനൊരു സാധാരണ ആളല്ല, എന്നിൽ എന്തോ ഡിഫറൻസ് ഉണ്ട്, എനിക്ക് മുരുകനെ ഫീൽ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആദ്യമായി തുടങ്ങിയ അല്ലെങ്കിൽ ആദ്യമായി തോന്നിയ ഒരു ദിവസം? മുരുകനെ ഫീൽ ചെയ്യണമെന്നുള്ളത് എനിക്കും ചെറുപ്രായം തൊട്ട് എനിക്കറിയാം. പക്ഷേ എനിക്ക് നിയോഗങ്ങൾ എന്ന് പറയില്ല, നമുക്ക് ചില കാര്യങ്ങളിലേക്ക് നിയോഗിക്കപ്പെടുക എന്ന് പറയുമല്ലോ, ആ റെപ്രസെൻറ്റേഷൻ, നീ ഇതിനു വേണ്ടി റെപ്രസെൻ്റ് ചെയ്യേണ്ട സമയമാണെന്ന് തോന്നിയത്. എൻ്റെ കമ്പനിയിൽ ജോലിക്ക് വന്നൊരു പെൺകുട്ടി വന്നു. ആ പെൺകുട്ടി ജോലിക്ക് വന്നപ്പോൾ അക്കൗണ്ട് സെക്ഷനിലാണ് ജോലി ചെയ്തത്. അവർ ആ ജോലി ചെയ്തിട്ട് ഇവരെപ്പോൾ നോക്കിയാലും തൂങ്ങിയിരിക്കുക, എന്നുവെച്ചാൽ ഒരു ഹാഫ് ഉറക്കത്തിലേക്ക് ഒന്നുള്ളതല്ല, ഒന്നിൽ ടേബിളിൽ കിടക്കും. അപ്പോൾ ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കത് കുഴപ്പമില്ലേ, കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണാൻ പറഞ്ഞു. അവർ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ വയ്യ സാറ് ഭയങ്കര മുരുകൻ്റെയൊക്കെ ഭക്തനല്ലേ, എനിക്ക് എന്താ പ്രോബ്ലം സാർ ഒന്ന് നോക്കാമോ എന്ന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്പാർക്ക് കിട്ടി, ഇത് ആണ്ടവൻ്റെ എന്തോ റോളാണ്. ഞാൻ പറഞ്ഞു നോക്കാം, നമുക്ക് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഇരുന്ന് കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടത്തിൽ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ വിളിക്കാൻ പറഞ്ഞു, നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനെ വിളിക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് പെൺകുട്ടികളായതുകൊണ്ട് ഞാൻ ഒറ്റക്ക് ഇവരുടെയൊക്കെ പറഞ്ഞ് പ്രോബ്ലം ആയതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആരെങ്കിലും ഉച്ചക്ക് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ 2 കുട്ടികൾ അവിടെ വന്നു. പിന്നെ എൻ്റെ കമ്പനിയിലെ സ്റ്റാഫ് വേറെ ഒരാളുണ്ട്, ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലുള്ള ഒരു കുട്ടിയുണ്ട്. അവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ കണ്ണടയ്ക്കാൻ പറഞ്ഞു അവരോട്. ഇതൊക്കെ എനിക്ക് ആ സമയത്ത് കിട്ടുന്ന നിർദ്ദേശങ്ങളാണ്, ഞാനിതൊന്നും പഠിച്ചതല്ല, എനിക്ക് മുൻകൂട്ടി അറിയാനും പാടില്ല. പക്ഷെ ആ നിമിഷത്തിൽ ഞാൻ ഇരുന്ന് കാണുമ്പോൾ കണ്ണടയ്ക്കാൻ പറഞ്ഞു. കണ്ണടച്ച ശേഷം ഞാൻ കുറേ നേരം അവരിലേക്ക് നോക്കും, സ്ട്രോങ് ആയിട്ട് നോക്കുമ്പോൾ ഈ കണ്ണിൻ്റെ ഇവിടെ, ലെഫ്റ്റ് കണ്ണിൻ്റെ അവിടെ ഒരു കർട്ടൻ പോലെ നിൽക്കണം. ഞാനിങ്ങനെ നോക്കുമ്പോൾ ആ കർട്ടൻ ഇങ്ങനെ മാറണമായിട്ട് കാണാം. അങ്ങനെ ഇരിക്കുമ്പോൾ അത് എൻ്റെ ഇൻഡ്യൂഷനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്, എൻ്റെ തോന്നലുകളാണ്. ഇങ്ങനെ ഈ കാലൊക്കെ ഇങ്ങനെ കൂച്ചിയിട്ട് 2 സോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുക ഇവരുടെ ശരീരത്തിൽ. അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവരുടെ ശരീരത്തിൽ 2 ആത്മാക്കളുണ്ടെന്ന് പറഞ്ഞു. അപ്പം അല്ല, അത് അവരെൻ്റെ അടുത്ത് ചീറ്റി പുറത്തേക്ക് വന്നു. നമ്മൾ ടോർച്ച് അടിക്കില്ലേ ഇരുട്ടത്തേക്ക്, അതുപോലെ നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ തന്നെ അവർ എൻ്റെ അടുത്തേക്ക് ചീറ്റി വന്നു. ഞാൻ പറഞ്ഞു ഞാൻ ഇതിലും പറഞ്ഞില്ല, ഞാൻ എൻ്റെ ആളുമല്ല, നിങ്ങളെ ഉപദ്രവിക്കാനുള്ള നിങ്ങളെ ഞാൻ വിട്ടു എന്ന് പറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഇവരെ കൂടി നമ്മളെ ശരീരത്തിൽ കയറുന്നുള്ളൊരു തോന്നലായിരിക്കാം. ഞാൻ പറഞ്ഞു അതിനുള്ളിൽ ഞാൻ ആളല്ല, ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പോന്നു. ഞാൻ അവരോടൊക്കെ കോംപ്രമൈസ് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പെങ്കുച്ചിനൊക്കെ പറഞ്ഞു, ഈ പെങ്കുച്ചി പുറത്തേക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള 2 കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചിൻ്റെ ശരീരത്തിൽ 2 സോൾ ഉണ്ടോ എന്ന് പറഞ്ഞു. ആത്മാക്കളുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നത്തെ പിള്ളേർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ സോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഡൈജസ്റ്റ് ചെയ്യുള്ളൂ. അധികം പ്രായമൊന്നുമില്ല, 19 വയസ്സം കൊണ്ടുള്ള കുട്ടിക്ക്, അവരുടെ കുട്ടികൾ. അപ്പോൾ സോളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ കളിയാക്കി, ഇത്രയും ഇതൊക്കെ നടത്തുന്ന സ്ഥാപനം നടത്താനൊക്കെ ഇപ്പം അന്ധവിശ്വാസികളെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അവരുടേതായ ജോക്കൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ എനിക്ക് പോയി. പക്ഷേ ഞാൻ തിരിച്ചു വന്നിരുന്നത് വെള്ളം കുടിച്ച് വന്നിരുന്നപ്പോഴേക്കും മറ്റേ കുട്ടിയോടെ ക്യാബിനിൽ വന്നപ്പോൾ ആ കുട്ടി പറഞ്ഞു ഞാൻ എടപ്പള്ളി പള്ളിയിൽ പോകുമായിരുന്നു, അവിടെ ചെന്നിരിക്കുമായിരുന്നു. തിരിച്ചു വന്ന വഴിക്ക് അവിടെ അടിയിൽ ശ്മശാനമുണ്ട്, അവിടെ നിന്ന് ആരോ വിളിക്കാനായിട്ട് തോന്നും. അവിടെ കുറേ നാളുകൾ ചെന്നിരിക്കുകയും കമ്മ്യൂണിക്കേഷൻ നടത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കൂട്ടത്തിൽ പിന്നീട് ഇവർ റൂമിൽ വന്നപ്പോൾ ആരോ എന്നോട് സംസാരിക്കണ പോലെയൊക്കെ തോന്നുമായിരുന്നു എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് നിങ്ങൾ ചോറ്റാനിക്കര അമ്പലത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയി അല്ലെങ്കിൽ പള്ളിയിലോ അവിടെ ചെന്ന് നിങ്ങളേതാ വിശ്വാസം അനുസരിച്ച് പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ഈ 2 പെൺകുട്ടികൾക്കും കഥ കത്തി. പിന്നീട് ഇവരെ റൂമിൽ ഒരുമിച്ച് കിടക്കേണ്ടതാണല്ലോ. പിറ്റേ ദിവസമായപ്പോഴേക്കും ഈ കുട്ടിയുടെ ശരീരം മൊത്തം ഇങ്ങനെ മാന്തി വെച്ചേക്കുക. മൊത്തം ഒരു ഫെയറാണ് കുട്ടി, അവൻ്റെ ചുമന്നിരിക്കുക, മൊത്തം കാലും ശരീരം മൊത്തം 2-3 വര വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ബിസിനസ് ചെയ്യാൻ രാവിലെ വരുന്നു, ആ ഒരു ബിസിനസ്സിൻ്റെ മൂഡിൽ നിൽക്കുന്നു. പെട്ടെന്നാണ് അത് കാണുന്നത്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ആണ്ടോ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു സ്കന്ധഷഷ്ടി ഇട്ടോളാൻ പറഞ്ഞു. അത് ആണ്ടവൻ്റെ നിർദ്ദേശം വന്ന് ഞാൻ ഇട്ടു. ആ ഇടുന്ന നിമിഷം അവിടെയാണ് എനിക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ വരും, ഇന്നത് ചെയ്യാൻ പറഞ്ഞു. വെച്ചതും ഇവള് വേറെ ആളായി, നിർത്താൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അലറുവാണ് നടന്നു. പിന്നെ അവളുടെ മുടിയൊക്കെ അഴിച്ചിട്ട് ഓഫീസാണെന്ന് ആലോചിക്കണം. ഞാനിത് ഒട്ടും ഭയങ്കരമായിട്ട് ഭയന്നു പോയി. അപ്പം ഇതിങ്ങനെ ഇരിക്കുന്ന സമയത്ത്
അവിടെ ഇവളുടെ ഈ കൺമഷിയൊക്കെ ഈ നമ്മുടെ പെട്ടെന്ന് തന്നെ ഒരു സ്പ്രെഡ് ചെയ്തിട്ടെ ഒരു എന്തൊക്കെയോ ആയിട്ട് ഇവിടെ കണ്ടാൽ തന്നെ രൗദ്രഭാവമാണ്. കാര്യം സ്റ്റിച്ചിട്ട പോലെ മുഖം മൊത്തം. പിന്നെ അവിടെ എൻ്റെ കൂട്ടത്തിലൊരു ഒരു ലേഡി സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ നോക്കുമ്പോൾ അവർ ക്രിസ്ത്യൻ, അവർ ഈശോ 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറഞ്ഞു. കാര്യം വെച്ചാൽ വീഡിയോ എടുത്തില്ലെങ്കിൽ ഇവർ വേറെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ എന്നെ എന്തെങ്കിലും പറഞ്ഞ് എനിക്കൊരു പ്രശ്നമുള്ള, ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ വീഡിയോ അവരെ എടുക്കുന്നപ്പോഴേക്കും ഇവരുടെ നേരെയൊക്കെ ചീറ്റ് ചെയ്തു. നീ ആരോ അടിയെന്ന് പറഞ്ഞ് ചീറ്റാൻ തുടങ്ങി. എന്നിട്ട് അവളുടെ അടുക്ക എന്തോ കുരിശോ എന്തോ ഇങ്ങനെ പിടിച്ചു വെച്ചോ അതൊക്കെ വലിച്ചു കാട്ടിക്കളഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ മിണ്ടണ്ട അവിടെ ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അപ്പോൾ എനിക്ക് നിർദ്ദേശം ആണ്ടവൻ്റെ വന്നു തുടങ്ങി. കയ്യിൽ 2 ഭസ്മം ഇരിപ്പുണ്ട് പഴനി എന്ന് പറഞ്ഞത്, അത് 2 എടുത്ത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ എടുത്ത് പിടിച്ചു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്നില്ല. പക്ഷേ ഈ സ്ത്രീയുടെ അടുത്തേക്ക്, അതായത് മറ്റേ സ്റ്റാഫിൻ്റെ അടുത്തേക്ക് ഇവരെ ചീറ്റി എടുത്തിട്ട് കഴുത്തിന് പിടിക്കാൻ ചെല്ലുക. ഞാൻ പറഞ്ഞ് അവരുടെ കയ്യിൽ ഞാൻ ഭസ്മം ഇട്ടു. അപ്പോൾ അവർ 2 ഇങ്ങനെ പിടിച്ചിരിക്കുക. എനിക്കിതൊന്നും അറിയില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ നമ്മൾ ചോറ്റാനിക്കൽ അമ്പലത്തിൽ അങ്ങനെ കണ്ടാലും ഞാൻ അവിടെ നിന്ന് പോലും പോകാത്ത ഒരാളാണ്. നമുക്ക് അതിനുള്ളതൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവരെന്നോട് ചോദിച്ചു, ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാ എൻ്റെ അടുക്ക് വന്നേക്കണം, നിങ്ങൾ ഒരു ആവശ്യമില്ല, ഞാനൊരു സൈഡിൽ കൂടി പോകണ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേക്കണം വെച്ചാൽ ഇവിടെ. അപ്പോൾ ഇവർ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അപ്പോഴാണ് അവർ പറഞ്ഞ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവരെല്ലാം സംസാരിക്കണം, പേരൊക്കെ പറയുന്നുണ്ട്, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവിടെ. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പോലീസ് ഹിസ്റ്ററിയിൽ അതൊക്കെ ഉണ്ട്. പലരുടെ പോലീസ് സ്റ്റേഷനിൽ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ട്. അവർ ആ ഒരു സ്ത്രീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത് വിശ്വാസവും വിശുദ്ധിയും, ഒരു ഡയലോഗിന് കേട്ടോ, ശുദ്ധിയും വിശുദ്ധിയും വിശ്വാസമുള്ള ഒരാൾക്ക് മാത്രമേ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു അതിന് തേടി അടക്കുവാണോ ഞങ്ങൾ? ആത്മാക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകത, ഞങ്ങൾക്ക് തേടി അടക്കും. മനുഷ്യരെല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അവർ ചീറ്റ് ചെയ്യും. ഇതാണ് അവർ പറയുന്നത്, ഇതാണ് അവരുടെ ഭാഷ്യം. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, അതാണ് അവരുടെ ഭാഷ്യം. ഈ ഭാഷ്യം കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു ഞാനെന്താ ചെയ്യണ്ടേ? എനിക്കറിയാം ഈ ചോദ്യം, എനിക്ക് വേണ്ടത് കഥ നിങ്ങൾ കേൾക്കൂ. ഞാൻ പറഞ്ഞു എനിക്കിന്ന് സമയമില്ല, അപ്പോൾ എനിക്ക് ബിസിനസ് അടക്കാൻ സമയമാണ്. അപ്പോൾ തന്നെ പുള്ളിക്കാരി എന്നോട് പറയാം നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാവണ്ട, നിങ്ങൾക്കുള്ള ഓർഡർ പെരുമ്പാവൂരിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫോൺ എടുത്ത് നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഒരു ഓർഡർ വന്നേക്കാം. അപ്പോൾ എനിക്ക് ആ ദിവസം നഷ്ടമുണ്ടാകുമെന്ന് ഞാനോട് പറഞ്ഞു. ഇവരിങ്ങനെ സമയം കളഞ്ഞു വിളിച്ചു ചോദിക്കലൊക്കെ അല്ലേ, അതിൻ്റെ ഓർഡർ അവിടെ വന്ന് നടപ്പുണ്ട്. അപ്പോൾ എനിക്ക് പിന്നെ അത്ഭുതങ്ങളായി. അപ്പോൾ ഇത്രയും ഡീപ്പായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതെന്താ കാര്യം, മുരുകൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇവർക്ക് കുറേ കാര്യങ്ങൾ നടക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ഈ മുരുകൻ്റെ പ്രസൻസിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് നടത്തണം. എല്ലാത്തിനും ഒരു മീഡിയ ആവശ്യമുണ്ട്, അതാണ് അവരുടെ ആവശ്യം. എന്താണ് അപ്പോൾ ആവശ്യം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന തീയതി മരിച്ചുപോയ ഒരു സ്ത്രീയാണ്, പെൺകുട്ടിയാണ്, അധികം പ്രായമൊന്നുമില്ല, 23 വയസ്സ് കണ്ടുള്ളൂ. അപ്പോൾ നിങ്ങളെങ്ങനെ മരിച്ചത്? ഞാൻ സൂയിസൈഡ് ചെയ്തതാണ്. ഓക്കെ, ഞാനിപ്പോൾ എന്താ വേണ്ടേ? ഇവർക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ തന്നെ അഞ്ചുമന എന്ന് പറഞ്ഞ അവിടെയാണ്, അമ്പലത്തിൻ്റെ പുറകെയുള്ള ഹോസ്റ്റലിലാണ് ഈ പെൺകുട്ടി താമസിച്ചിരുന്നത്. ആ ഹോസ്റ്റലിൽ ഈ പറഞ്ഞ ഇവള് ഇവിടെ എറണാകുളത്ത് വന്നപ്പോൾ കൊല്ലത്തുനിന്ന് ഒരു പയ്യനായിട്ട് ലവ് അഫെയർ ആയിരുന്നു. ഈ പയ്യൻ കൊല്ലത്ത് ഒരു ഉത്സവത്തിന് വെച്ച് അവരുടെ ഫ്രണ്ട്സൊക്കെ തമ്മിലുള്ള എന്തോ ഇഷ്യൂ വെച്ചിട്ട് അവനെ കുത്തിക്കൊന്നു കളഞ്ഞു. ഇത് അറിയുന്നത് പ്രഗ്നൻ്റ് ആണ് ഇവള്. ഇവർ കല്യാണം കഴിക്കാനുള്ള തീരുമാനമൊക്കെ ആയിരുന്നു, വീട്ടുകാരെ എതിർപ്പായിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് ആ പയ്യനെ കാണാൻ ലാസ്റ്റ് ഒന്ന് കാണാൻ പോകണം. അപ്പോൾ തന്നെ പറഞ്ഞു വീട്ടുകാർ സമ്മതിച്ചില്ല. ഇവളാ ഹോസ്റ്റലിൽ വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു. പിന്നീടാണ് ഈ ഒരു സോള് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ, ഇതൊക്കെ അവർ പറഞ്ഞുള്ള അറിവാട്ടോ, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. ഒരു സോള് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ മറ്റുള്ള സോളുകൾ പടപടാന്ന് കയറിയ ഒരു താവളം വെക്കും, പിന്നെ അവൻ്റെ ജീവിതം പോക്കാം എന്നാണ് ഇവർ പറയണത്. അപ്പോൾ ഈ എടപ്പള്ളി പള്ളിയിൽ നിന്ന് ഓൾറെഡി ഒരാൾ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് ഇവരായിട്ട് അവൻ ഇതൊക്കെ എന്താ ഇമോഷൻസ് വീക്കായിട്ടുള്ള മെൻ്റൽ സ്ട്രെങ്ത് ഉള്ള ആൾക്കാരുടെ അടുത്താണ് ഇതെല്ലാം കയറുന്നത്. പഠിപ്പിച്ചെന്ന കാര്യങ്ങളാട്ടോ, ഇതിപ്പോൾ ആണ്ടവൻ്റെ ഒരു സ്റ്റഡി ക്ലാസ് ആയിരുന്നു അതൊക്കെ. അപ്പോൾ അവിടെ നമ്മളവിടെ ചെന്നു. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ശരിയാണോ എന്ന് എനിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ചോദിച്ചു ഇങ്ങനെ ഒരു മർഡർ നടന്നോ എന്ന് വെച്ചു. മീൻസ് മർഡർ അല്ല, സൂയിസൈഡ് നടന്നു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിൻ്റെ ശേഷം ഞാൻ കൊല്ലത്തേക്ക് വിളിച്ചു, ഇതൊക്കെ കറക്റ്റാണ്. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായതാണ്ടോ തരുന്ന ഒരു ട്രെയിനിങ് ക്ലാസ്സാണെന്ന് മനസ്സിലായി. ഞാൻ മുഴുവൻ കേട്ടു ഇവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചുരുക്കി പറയാം, മാർച്ച് 4-ാം തീയതി
കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അവർ പറയുക എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ട സമയമുണ്ട്. ഇവർക്കൊക്കെ നിൽക്കാൻ സമയമുണ്ട്, ഓരോ ടൈമുണ്ട്, അത് കഴിഞ്ഞ് ഇവർക്ക് പോയാൽ പറ്റുള്ളൂ. അതിനുള്ളിൽ ഇവർ ചെയ്യണം. അപ്പോൾ ഇവർക്കെല്ലാം ഒരു മീഡിയ ആവശ്യമുണ്ട്. അതിനു വേണ്ടിയാണ് ഈ ശരീരത്തിൽ കയറിയേക്കണം. അപ്പോൾ ഇവർക്ക് പോകാനായിട്ട് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവർ ഒരു ലവറെയൊക്കെ ഒപ്പിക്കും ഇതിന് ഈക്വലൻ്റ് ആയിട്ട്. അങ്ങനെ ഒരു പയ്യന് ഇവൾക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകണം. അപ്പോൾ ആ ഒരു പയ്യനെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു പയ്യനായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവൻ്റെ അടുത്ത് പക്കയാണ്. ഞാൻ പറഞ്ഞു നിനക്കറിയാം ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം നിന്നെ, നീ ഒന്നും പറയണ്ട. ഞാനിതെല്ലാം അന്നത്തെ ദിവസം ഇതെല്ലാം കഴിഞ്ഞ ശേഷമുള്ളത്, അതവിടെ അതിലേക്ക് പോകണേക്ക് മുമ്പ് ഇത് കംപ്ലീറ്റ് ആയില്ല. ഇതെല്ലാം കഴിഞ്ഞു ഇവരുടെ എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം ഞാനെപ്പോൾ സ്കന്ദഷഷ്ടി കവചത്തിൻ്റെ പ്രത്യേകത മനസ്സിലാകും. അത് ഭയങ്കര പവർഫുള്ളാണ്. അതവിടെ ഇല്ലെങ്കിൽ ഐ കനോട്ട് വിത്ത്സ്റ്റാൻഡ് വിത്ത് ദാറ്റ്. ആ ഒരു സോളിൻ്റെ കൂടെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അന്നാണ് ഞാൻ ഇത്രയും നാളും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു എന്തായാലും പറയണ ഒരു മ്യൂസിക് പോലെയുള്ള സംഭവത്തിൻ്റെ പവർ ഞാൻ മനസ്സിലാക്കുന്നു. കാര്യം അത് വെക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ പൊള്ളന പോലെയാണ്, അവർക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് കുറയ്ക്കാൻ പറയും. ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയിക്കോളാം. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ പവർ ഞാൻ മനസ്സിലാക്കി അവിടെ. അതാണ് സ്കന്ദഷഷ്ടി കവചത്തിൻ്റെ ഫസ്റ്റ്. പിന്നെ അതിനുശേഷം വേറൊരെണ്ണമുണ്ട്, അതെനിക്ക് മുഴുവൻ എനിക്ക് പറയാൻ പറ്റില്ല. അത്രയും മന്ത്രങ്ങൾ ഞാൻ അവിടെ വെച്ച് എന്നോട് പറഞ്ഞനുസരിച്ച് ഞാനെല്ലാം മൊബൈലിലാണ് പ്ലെയിൻ ചെയ്യാൻ, എനിക്കതിന് കാണാപ്പാടൊന്നും എനിക്കറിയില്ല. ഇത് പറയുന്ന സമയത്ത് എനിക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് കിട്ടി, മുഴുവൻ കാര്യങ്ങളും. അപ്പോഴേ ഇവിടെ നിന്നുള്ള പുറത്തുള്ള എനിക്ക് കുറേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പുറത്തുള്ള ലോകത്തിൽ എന്തൊക്കെയുണ്ട്, അതെങ്ങനെയൊക്കെയാണ്, എങ്ങനെ പോകുന്നു, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവരെന്നോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ എനിക്കിതൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാസം വരണമല്ലോ. ഇത് നമുക്ക് എല്ലാവരും പറയുമ്പോൾ വിശ്വാസം വരണം. അപ്പോൾ അവരുടെ കൂട്ടത്തിലൊരു മുസ്ലിം കുട്ടിയുണ്ട്. ആ കുട്ടി ഇവരുടെ കൂട്ടത്തിൽ ഇവള് മരിച്ചുപോയ സ്ത്രീ കിടന്നിരുന്ന ഒരു കട്ടിലുണ്ട്. ആ കട്ടിൽ ഇവർ ചെന്ന് കിടക്കണം. അത് ഈ ബോഡി അവിടെ ചെന്ന് കിടക്കണം. അവിടെയാണ് അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം. ആ മുസ്ലിം കുട്ടി അവിടെ വന്ന് കിടക്കും. ഇവളാണ് അത് ശരിക്കും ഫിസിക്കലാതെ ഇവർ തമ്മിൽ ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ ഇവളെ പേടിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ എന്തൊക്കെയോ വേറെ ഇഷ്യൂ ഉണ്ട്. ഇപ്പം ഈ എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണം, ഇവർക്ക് ശുദ്ധിയില്ലായ്മ, ഇവർക്ക് ഇത് നോക്കില്ല. ലേഡീസ് അവരുടെ പ്രോബ്ലമൊക്കെ വന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ഈ സോളിനൊക്കെ ഭയങ്കര ആ സമയത്തൊക്കെ വൃത്തി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല, ഇനി അതിനൊന്നും ഞാനൊന്നുമില്ല. അവർ പറഞ്ഞ കാര്യം അതേപടി പറയുന്നത്രേ ഉള്ളൂ. അതുകൊണ്ട് അവരെ ഇഷ്ടമല്ല. അപ്പം ഞാൻ ചോദിച്ചു, ഇന്ന ബെഡിൽ മറ്റേ പെങ്കൊച്ചിനെ വിളിച്ചു വരുത്താൻ പറഞ്ഞു. ആ പെങ്കൊച്ചു വന്നു. അപ്പോൾ അവൾ വന്നപ്പോൾ തന്നെ ഇവൾ നോക്കി പുച്ചിക്കൊക്കെ അവളോട് പുറത്തു പോകാം. ഇതൊക്കെ ഇവർ കാണുക. അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ സോള് ഉണ്ടെന്നും നമുക്ക് മരിച്ചുപോയ ശേഷം ഇവിടെ ഈ ഭൂമിയിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ടെന്നും അതിന് മീഡിയത്തിന് ഉപയോഗിക്കണമെന്നൊക്കെ മനസ്സിലാക്കി തന്ന ഒരു ദിവസമായിരുന്നു ഈ പറഞ്ഞ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ദിവസം. ഞാൻ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കണമല്ലോ. ഞാനിതൊന്നും പഠിച്ചില്ല, എനിക്ക് ബുക്ക് വായിക്കണ പരിപാടി ഒന്നുമില്ല. അപ്പോൾ കൂടി അറിയാവുന്ന രാവിലത്തെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥന ചൊല്ലും എന്നല്ലാണ്ട് ഇതിനെ കൂടുതൽ ഡീപ്പായി പിന്നെ വ്രതം എടുക്കുമെന്ന് ഭയങ്കര ഹെവി വ്രതമൊക്കെ എടുക്കാറുണ്ട്. അങ്ങനെ അല്ലാണ്ട് വേറെ ഒന്നും അറിയില്ല. പക്ഷേ ഈ പറഞ്ഞ പെൺകുട്ടി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു വലിയ സൈക്കോളജിസ്റ്റിനെ ബന്ധപ്പെട്ടു. അയാൾ ഹിപ്നോട്ടിസം ചെയ്യണം, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അയാൾ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങേരെ ഒന്ന് കാണാനായിട്ട് വിളിച്ചപ്പോൾ അങ്ങേരെ എറണാകുളത്തുണ്ട്. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ബിസിനസ് ചെയ്യാനുണ്ട്, വന്ന് ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ ഇരിക്കാൻ നേരമില്ല, ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഇതെന്താണ് സംഭവം, ശരിയാണോ, ഇത് ഒറിജിനൽ ആണോ ഇതൊക്കെ അറിയാൻ വേണ്ടി. പുള്ളി അപ്പോൾ പുള്ളിക്കൊരു മാനേജറുണ്ട്. മാനേജർ പറഞ്ഞു ഒരു 10,000 rupees ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ഇട്ട് കൊടുത്ത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമുണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ പൈസ പോക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു പൈസ ഇട്ട്. പിന്നെ അവസാനം ഞാൻ പുള്ളിയോട് ചോദിച്ചു പുള്ളി ഇവിടെ വൈകിട്ടൊന്ന് വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു എനിക്ക് അതിനകത്ത് നേരം ഉണ്ടാവില്ല, വേണമെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷം ഈ കുട്ടിയുടെ കാര്യത്തിൽ പിന്നെ ഞാൻ അവിടേക്ക് തന്നെ വരികയാണ്. ഞാൻ ഇത് ഒരു 3-4 മണിക്കൂർ ഈ കുട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് കിട്ടി. അപ്പോഴാണ് ഈ കുട്ടി പറഞ്ഞത് മാർച്ച് 4-ാം തീയതി എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകണം, അതുവരെ എനിക്ക് സമയമുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുമ്പോൾ ഇവിടെ ചിരിക്കുക, കുനിഞ്ഞിരിച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആ ശരീരം കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു നടക്കില്ല, ആണ്ടവൻ്റെ അടുത്ത് അഭയം പ്രാപിച്ചേക്കണതാണ്, ഒരു കാരണവശാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സമ്മതിച്ചു. ഇങ്ങനെ തല കുനിച്ച് പറയുക. അതിനുശേഷം ഇവർ ഓക്കെ നോർമലായി പോയി. പിന്നെയാണ് ഞാൻ അറിയണത് അതേ ഹോസ്റ്റലിൽ മാർച്ച് 2-ാം തീയതി രാത്രി 2-ാം തീയതി 3-ാം തീയതി രാത്രി
വേറെ കുട്ടി ആത്മഹത്യ ചെയ്തു. അതെന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല. അവർ പറഞ്ഞു അവരിൽ ആ ബോഡി പോയില്ലെങ്കിൽ വേറെ ബോഡിയും കൊണ്ട് അവർ പോയി. അപ്പോൾ അതിൽ നമ്മളെന്താ മനസ്സിലാക്കണ്ടേ? ഇതൊക്കെ എന്നെ ഒരു മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം. എന്താണ് തിരിച്ചറിവെന്ന് വെച്ചാൽ ഇതൊരു ക്വസ്റ്റ്യനാണ്. നമ്മളുടെ ബിയോണ്ട് ആയിട്ടുള്ള കണ്ണുകൾക്കും കാതുകൾക്കും ഒന്നും കണ്ടെത്താൻ പറ്റാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി തന്നു. ഓക്കെ, പല എനർജി ലെവൽസും ഉണ്ടെന്ന്. ഇപ്പം അതാണ് ഞാൻ ചോദിച്ചത്. ഇപ്പം എൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ് പല എനർജി ലെവൽസും ഉണ്ട്. ഈ എനർജി ലെവൽസിനെ കാണാനുള്ള ഫസ്റ്റ് സ്റ്റഡി ക്ലാസ് ആയിരുന്നു. പിന്നെ വന്ന ആൾക്കാരുടെ മുഴുവൻ കറക്റ്റായിട്ട് കണ്ടെത്താനുള്ള കഴിവുകളാണ്ടോ എനിക്ക് തന്നു പറഞ്ഞു കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടുതൽ നമ്മൾ പറഞ്ഞില്ലേ ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കാറുണ്ട്. പലതും ഇങ്ങനെയുള്ള സെറ്റ് ബാക്സ് നമുക്ക് വരും. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവർക്ക് ഈ എനർജി അവിടെ പോകും, എനർജിയെ കൊണ്ടുവിടും, ഇങ്ങനെ കുറേ കഥകളൊക്കെ ഉണ്ട് ഇതിനുള്ളൂ. അപ്പം നമ്മുടെ പ്രൊഫഷൻ അതല്ലാത്തതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഒഴിവാക്കാൻ വിട്ടിരുന്നു. സർ, കാശ്മീരിൽ 10 വയസ്സുള്ള വിജ്വൽ കോമയിലാണ്, വെന്റിലേറ്ററിലാണ്, കോൺഷ്യസ്നെസ്, അതായത് ബോധം വരുമ്പോഴെല്ലാം കുട്ടി ഫിക്സിൽ പോകുന്നു. ഡോക്ടേഴ്സിന് വരെ ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കേസ്. സാറിനൊരു കോള് വരുന്നു, സാറ് തുടക്കത്തിൽ അത് എടുക്കുന്നില്ല, പിന്നീട് അത് അതായത് ആ കുട്ടീനെ ചെന്ന് കാണാൻ സാർ പിന്നീട് സമ്മതിക്കുന്നു. സാറിന് ഇപ്പൊ പബ്ലിക്കിൽ എനിക്കൊന്ന് വരാൻ തന്നെ ഒരു വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള ഒരു കേസ് അല്ലേ ഇതാണ്. ഇതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഇത്രയും നാളുകൾ നമുക്ക് പല അനുഭവങ്ങളുണ്ടായാലും അതൊക്കെ നമ്മൾ ലൈറ്റായിട്ട് എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാശ്മീരിലെ അവൻ്റെ പേര് വിജ്വൽ എന്നാണ്. ഇന്ന് അവൻ്റെ പേര് മാറ്റി കാർത്തികേയൻ എന്നാക്കി. ആ കാർത്തികേയൻ എന്ന് പേരിടാൻ കാരണം അവൻ ആ ലൈഫിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു പഴനിയിൽ വന്ന് പേര് കാർത്തികേയൻ എന്നാക്കിക്കോളാം. അത് വരണ വരെ ഞാനും പ്രാർത്ഥനയുടെ മുൾമനയിലായിരുന്നു. ഇതിൻ്റെ സംഭവം വെച്ചാൽ ഞങ്ങൾ കുറച്ച് എൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ പഴനി യാത്ര നടത്തുമായിരുന്നു. അപ്പോൾ എല്ലാ ഷഷ്ടിക്കും. അപ്പോൾ കുറേ പേർക്കൊക്കെ അനുഭവങ്ങളൊക്കെ തന്നെ വന്നപ്പോൾ ഞങ്ങൾ പഴനിയിൽ ഗിരിവലം വെച്ചിട്ട് ഒരു ദിവസം ഞങ്ങൾ റൂമിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് രാത്രി പെട്ടെന്ന് എന്നോട് ഒരു നിർദ്ദേശം വന്നത് വേഗം റൂമിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ റൂമിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ റൂം നേരെ നോക്കിയാൽ പഴനിമല കാണാം, ഇടുമ്പൻ്റെ മലയും കാണാം. അവിടെ ഇങ്ങനെ പഴനിയിലേക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വിജ്വലിൻ്റെ അച്ഛൻ, ഇപ്പോൾ അവൻ കാർത്തികേയൻ, അപ്പം കാർത്തികേയൻ എന്ന് വിളിക്കാം, കാർത്തികേയൻ്റെ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, സാർ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പം ചെയ്യണം. പുള്ളിയെ കാശ്മീരിൽ നമ്മുടെ ബൗണ്ടറി കീപ്പ് ചെയ്യുന്ന ഒരു സോൾജറുടെ, നല്ല റാങ്കിലുള്ള ഒരു സോൾജറുടെ മകനാണ്. അന്ധവിശ്വാസിയും കൂടെയാണ്. അന്ധവിശ്വാസി അല്ല, വിശ്വാസി ഇല്ലാത്ത ഒരാളായിരുന്നു. മീൻസ് സോൾജർ ആയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ്, അദ്ദേഹത്തിന് ഈ പറഞ്ഞ എല്ലാം ഓക്കെ, അങ്ങനെ ഒരു ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, എല്ലാം ഓക്കെ, ഇപ്പോൾ എനിക്ക് കൂടുതലൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരാൾ. അപ്പം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറയാം, എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പം സഹായിക്കണം, മോൻ കാർഡിയക്ക് അറസ്റ്റായി മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിതിൻ്റെ ഉള്ളിൽ സാധാരണക്കാരനായിട്ട് ഒരാൾ എന്ത് ചെയ്യാൻ എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയില്ല. പക്ഷെ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ആ പ്രാർത്ഥനയിലൊക്കെ മുരുക ആണ്ടോ എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ള ഈ നിമിഷം നിന്റെ കാരുണ്യം അവിടെ പ്രകടിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫോൺ കോൾ തിരിച്ചു വന്നു. സാർ താങ്ക് യു വെരി മച്ച്, കുട്ടി രണ്ടാമത് ജീവിതത്തിലേക്ക് വന്നു. അപ്പം എനിക്ക് മനസ്സിലായി ഇതിലൊക്കെ എന്തൊക്കെയോ സംഭവങ്ങൾ. ഞാൻ അതുവരെ നമ്മൾ സാധാരണ പ്രോബ്ലംസ് ഒക്കെയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇദ്ദേഹം ആണ്ടവൻ എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കുന്നുണ്ടെന്നുള്ള ഫീൽ എനിക്ക് അവിടെ വെച്ചാൽ പിടിയില്ല. ഐ ആം ബിക്കമിങ് ഇൻസ്ട്രുമെന്റ് ഓഫ് മുരുക എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയ ആ നിമിഷമാണ്. അപ്പം ആ നിമിഷം കഴിഞ്ഞ് അന്ന് തന്നെ പറഞ്ഞു, സാർ എത്രയും പെട്ടെന്ന് സാർ ഒന്ന് ഡൽഹിക്ക് കാശ്മീരിൽ വരണം. ഞാൻ പറഞ്ഞ് ഞാൻ വേറെ ആരെങ്കിലും നോക്കൂ എന്ന് പറഞ്ഞു. ഞാനപ്പോൾ അവർ പറഞ്ഞു ഒരു സാറ് പറ്റില്ല, സാറ് എന്നെ ഞങ്ങൾക്കൊന്ന് വന്ന് പോയാൽ മതി എന്ന് പറയല്ല. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ എൻ്റെ മൊബൈലിൽ വാട്സപ്പിൽ അവർ ടിക്കറ്റ് അയച്ചു തന്നിരിക്കുക, ഡൽഹി കാശ്മീർ. ഞാനവിടെ നിന്ന് പിന്നെ ചോദിച്ചപ്പോൾ പിന്നെ ആണ്ടവൻ്റെ നിർദ്ദേശമാണെന്ന് മനസ്സിലായി പോകാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ നീ ചെല്ല്, ഞാൻ എന്ത് പറയുന്നോ നീ അത് ചെയ്താൽ വേറെ ഒന്നും ചെയ്യണ്ട, കുറേ കാര്യങ്ങൾ നിനക്ക് ഇതിനു മുമ്പ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് ചെയ്യുക, ഇതാണ് നിർദ്ദേശം. അപ്പം നിർദ്ദേശം നമ്മൾ ശരി എന്താ വെച്ചാൽ നമുക്ക് പോവാം. പക്ഷെ അപ്പോഴും കോൺഫിഡൻ്റ് അല്ല. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നല്ലാണ്ട് എനിക്ക് നമ്മുടേതായ ഒരു കോൺഫിഡൻസ് ഇതിനു മുമ്പ് ഇല്ല. പക്ഷെ അദ്ദേഹം പറയണത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്, ചെയ്യാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ടിക്കറ്റ് എടുത്ത് ഞാൻ എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ഒരു എയർ ഹോസ്റ്റ് ഫ്രണ്ടിൽ റിസീവ് ചെയ്യാൻ ചെക്ക് ഇൻ ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെന്നോട് ചോദിക്കുക,
2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ മതിയോ സാറേ? ഞാൻ പറഞ്ഞു എൻ്റെ ടിക്കറ്റ് കൺഫേം ആണല്ലോ. അതെ 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 സാറിന് അപ്പോൾ സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റാർ ഹോട്ടലൊക്കെ തരാം. അപ്പം തന്നെ ഹൺഡ്രഡിൻ്റെ നിർദ്ദേശം പറഞ്ഞു 2 ദിവസം കഴിഞ്ഞാൽ കൊച്ചുണ്ടാവില്ല. അതുകൊണ്ട് ആ എനർജിക്ക് മനസ്സിലായ കമ്മിങ് ഫ്രം കൊച്ചിൻ എന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിനെ തടയാൻ വേണ്ടിയുള്ള ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരു റീസൺ ഉണ്ട് എന്ന് ഡെഫിനറ്റ് ആയിട്ട് പറഞ്ഞു തന്നതിൻ്റെ ഫസ്റ്റ് തുടക്കം അതാണ്. ഇതാ നീ ഇതുപോലെ പല കാര്യങ്ങൾ കാണും, മിണ്ടാന്ന് കരുത്, പറയണ പോലെ ചെയ്തോളാം എന്ന് പറഞ്ഞു. ശരി ഓക്കെ. ഫ്ലൈറ്റ് കയറിയിട്ട് പറഞ്ഞു ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് അസുഖത്തിൻ്റെ നമ്മളവിടെ ചെല്ലുമ്പോഴേക്കും പാകപ്പെടണം, ആ ബോഡി പാകപ്പെടണം, അതിനുള്ളിൽ ആ ഒരു എനർജി ലെവൽ പാസ് ചെയ്യുന്ന ഒരു കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ അതുപോലെ മെഡിറ്റേഷൻ ഭയങ്കര ഹെവി ആയിട്ട് ചെയ്യുമായിരുന്നു. ഒരു കാലഘട്ടത്തിൽ കടപ്പുറത്ത് നിന്നിരുന്നൊക്കെ വൈകിട്ട് ഭയങ്കര മീൻസ് സീഷോറിൽ ചെന്ന് നമ്മുടെ കൊച്ചിയുടെ അവിടെ ചെന്നിട്ട് ഒരു കാലഘട്ടം അതിനു വേണ്ടി തന്നെ ചെയ്യുമായിരുന്നു. അപ്പം ആ എനർജി എങ്ങനെയാണ് നമ്മൾ കിട്ടുന്നത്, അതെങ്ങനെ നമുക്ക് ആ ഒരു ഹീലിംഗ് പവർ ഉണ്ടാക്കാന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടോ പറഞ്ഞു തന്നിട്ട്. അത് ചെയ്യാൻ തുടങ്ങണേക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നോളണം, നീ ചെയ്യുമ്പോൾ അത് അവിടെ എഫക്റ്റ് ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും, ഫ്ലൈറ്റ് പ്രോബ്ലം വരും. അപ്പം ഞാൻ മാത്രമല്ല ഇത്ര ആൾക്കാരുള്ള ഇതൊക്കെ വിശ്വസിക്കുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഇറ്റ് ഈസ് ഹാപ്പൻസ്. അതൊക്കെ ഒരുപാടുണ്ട്. ഇനി പറയാൻ പോണ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പക്ഷേ അതെല്ലാം വിശ്വസിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഇതിലേക്ക് വരുന്നതും പറയുന്നതും. ഇതിന് കുറച്ചും കൂടി ഡെഫിനറ്റ് ആയിട്ട് കാർത്തികേയൻ്റെ അച്ഛനും അമ്മയോടും നമുക്ക് ചോദിക്കാം അവരുടെ എക്സ്പീരിയൻസ്, എന്നാലേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. അത് പറഞ്ഞു തരേണ്ടതും എൻ്റെ കടമയാണ്. കാര്യം 4 ചുമരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങരുത് ഈ ആണ്ടവൻ്റെ ഓരോ കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ടാണ് മുരുകൻ്റെ ഇത് കാര്യം ഞാൻ ഇവിടെ വന്നത്. അല്ലാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അറിയണം, ജനം അറിയണം.